ഹായ്, ഞാൻ ഇസ്മായിൽ കാലിക്കറ്റ്. ഞാനിവിടെ നമ്മളുടെ വാഹനം ഓടിച്ച് നമ്മൾ ക്ഷീണമായി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വാഹനത്തിൻ്റെ AC ഓൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനം സൈഡാക്കി നമ്മൾ AC ഓൺ ചെയ്ത് വാഹനത്തിൻ്റെ അകത്ത് കിടന്ന് അറിയാതെ ഉറങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന അപകടം എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ കുറേ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഒരു 3-4 മണിക്കൂർ വാഹനം സ്ഥിരം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ക്ഷീണം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വാഹനം എനിക്കൊരു ഭാഗമുള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒതുക്കി നിർത്തിക്കൊണ്ട് വാഹനം ഞാൻ ഇവിടെ സൈഡാക്കാൻ പോവാണ്. അപ്പോൾ സൈഡാക്കി ഇങ്ങനെ നിർത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വാഹനം ഇവിടെ നിർത്തിയതിന് ശേഷം ഞാൻ AC ഓൺ ചെയ്താണ് വണ്ടി നിർത്തിയിടാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അപകടം വരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ AC ഇട്ടിട്ട് നമ്മൾ എന്തായി കിടന്നുറങ്ങി കഴിയുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്താണ് ശുദ്ധമായി കിട്ടാതാണ് നമുക്ക് അധികവും മരണം വരെ സംഭവിച്ചത് നമ്മൾ വാർത്തകളിലൊക്കെ അറിഞ്ഞതാണല്ലോ. അപ്പോൾ നമ്മൾ വാഹനം നിർത്തി കഴിഞ്ഞ് AC ഇട്ട് ഒരു കാരണവശാലും വാഹനത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങരുത്. കാരണം ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുകയും അത് പുറത്തു നിന്ന് വാഹനത്തിൻ്റെ ചെറിയ സുഷിരങ്ങൾ വഴി വാഹനത്തിൻ്റെ അകത്തേക്ക് കയറി വരികയും അത് നമ്മൾ വീണ്ടും ശ്വസിക്കുകയും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും നമുക്ക് ശുദ്ധമായുള്ള വായു കിട്ടാതെ നമുക്ക് മരണം സംഭവിക്കാൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ശുദ്ധമായുള്ള വായു കിട്ടുന്നില്ല. നമ്മൾ ഈ വാഹനത്തിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈഓക്സൈഡ് നമ്മുടെ പുറത്തുനിന്ന് സുഷിരങ്ങൾ വഴി നമ്മളുടെ വാഹനത്തിൻ്റെ അകത്തേക്ക് തന്നെ കയറുകയും നമ്മളത് ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചിലർ നമ്മളെന്ത് ചെയ്യുന്നു, ഈ സമയത്ത് നമ്മൾ കാറ് സൈഡാക്കിയിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ അബോധാവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് ശുദ്ധമായുള്ള ഒരു വായു പുറത്തുനിന്ന് നമ്മളുടെ കാറിൻ്റെ അകത്തേക്ക് വരാതിരിക്കുകയും നമുക്ക് കിട്ടുന്ന കാർബൺ നമ്മൾ ശ്വസിക്കുകയും അപകടമരണം വരെ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, AC ഓൺ ചെയ്ത് കാറിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങരുത്. കാരണം നമ്മൾ അങ്ങനെ ഉറങ്ങിക്കഴിയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അപകടങ്ങൾ കേട്ടമാതിരി തന്നെ നമ്മൾ ഇത് സംഭവിക്കുന്നത്. ഈ പ്രക്രിയ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ശുദ്ധമായുള്ള വായു നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് ശ്വാസകോശത്തിന് തടസ്സം വരികയും നമ്മൾ അറിയാതെ തന്നെ അവിടെ മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വാഹനം നിർത്തിയിട്ട് AC ഇട്ടിട്ട് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങരുത്. അത് വളരെ ശ്രദ്ധിക്കുക, അപകടമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.